ഗൈസ്, നമ്മളിന്ന് റിയാദിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകാട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം 7:47 സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ജിദ്ദയിലേക്ക് പോവാണ്. അപ്പോൾ ദുവാദ്മി വഴിയാണ് ജിദ്ദയിലേക്ക് പോവുക. നമ്മൾ ഇവിടുന്ന് റിയാദിൽ നിന്ന് നമ്മൾ മദീന റോഡിൽ ഒരു 100 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മളെ പ്രോപ്പർ സ്ഥലം വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമ്മളിന്ന് ജിദ്ദയിലേക്ക് പോകുന്നത്. അപ്പോൾ ദുവാദ്മി വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മൾ റിയാദ് റോഡിൽ നിന്ന് ഇപ്പോൾ മജ്മ ടൗണ് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ദുവാദ്മി റോഡിലേക്ക് പാലം ഇറങ്ങി കയറിയിരിക്കുകയാണ്. അങ്ങനെ ഈ ദുവാദ്മി റോഡിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ്. ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. റിയാദ് റോഡിലുള്ളതുപോലെയുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു റോഡിൽ കാണാനില്ല. ഗൈസ്, ഇപ്പോൾ സമയം രാത്രി 12:15 ഇപ്പോൾ നമ്മൾ ദവാദ്മിയിലെത്തി. അപ്പോൾ അവിടെ ദവാദ്മിയിൽ നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് യാത്ര നാളെ പോവുള്ളൂ. അങ്ങനെ ഇന്നലെ ദവാദ്മിയിൽ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഇപ്പോൾ 10 മണിക്ക് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. അതിന് നമ്മൾ നേരെ പോകാനുള്ളത് അഫീഫിലേക്കാണ്. അപ്പോൾ അഫീഫ് വഴിയാണ് ഇനി പോകാനുള്ളത്. ഇപ്പോൾ സമയം 10 മണിയായി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിലെ ഒരു ഒഴിഞ്ഞ റോഡ്, അതോ വാഹനങ്ങളൊക്കെ കുറഞ്ഞ് ഒരു ഒഴിഞ്ഞ റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഈ റോഡിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ലൈറ്റുകളൊന്നും ഇല്ലായിരുന്നു ഈ റോഡിൻ്റെ സൈഡിലൊന്നും. റിയാദ് റോഡിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ റോഡിലേക്ക് കയറിയപ്പോൾ പിന്നീട് ലൈറ്റുകളൊന്നും കണ്ടിട്ടില്ല. ഒരു ഇരുണ്ട പ്രദേശമായിരുന്നു രാത്രി. ഇപ്പോൾ പകൽ നേരം വെളുത്തപ്പോൾ കണ്ടോ? ശരിയാണ്, കാരണം രണ്ട് സൈഡിലും മരുഭൂമി, ഒരു ഒഴിഞ്ഞ സ്ഥലം. അങ്ങനെ കഴിച്ച് നമ്മളിപ്പോൾ ഉള്ളത് അഫീഫിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ റൈറ്റ് കയറിയിട്ട് നമുക്ക് മഹദിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ സമയം 12:30 ആയിട്ടോ. നമ്മൾ അഫീഫ് ടൗണിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഇപ്പോൾ നമ്മൾ അഫീഫിൽ നിന്ന് മഹദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:50 ഇപ്പോൾ മഹദിലേക്കുള്ള ഓട്ടമാണ്. ഗൈസ്, നമ്മൾ ഈ അഫീഫിൽ നിന്ന് മഹദിലേക്ക് പോകുന്ന റോഡാണ് കേട്ടത്. സിംഗിൾ റോഡാണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേ റൂട്ടിലാണ് വാഹനം വരുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് നമുക്കൊരു 100-200 കിലോമീറ്ററുകളോളം ഒരേ റോഡ് ഓടാനുള്ളതാണ്. അപ്പോൾ ഈ റോഡ് പോകുന്ന ഭാഗങ്ങൾ കണ്ടോ? മരുഭൂമിയുടെ ഫാമുകളൊക്കെ ഉള്ള ഒരു ഏരിയകൾ, അതുപോലെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലൂടെയാണ് കേട്ടോ ഈ റോഡ് പോകുന്നത്. ഇപ്പോൾ വൈകിട്ട് 4:45 ഇപ്പോൾ നമ്മൾ മഹദ് കുറച്ച് മുമ്പാണ് പാസ് ചെയ്തത്. മഹദ് ടൗണിൽ കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 4:45 കഴിഞ്ഞപ്പോൾ നമ്മൾ മഹദിൽ നിന്ന് നമ്മൾ നേരെ ജിദ്ദയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം 320-330 കിലോമീറ്ററോളം ഉണ്ട് ഈ ജിദ്ദയിലേക്ക് പോകാനും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മദീനക്ക് 229 കിലോമീറ്റർ. മദീന ഏകദേശം അടുത്താണ്. നമ്മൾ മദീന റോഡിലേക്ക് കയറിയിട്ട് മദീന റോഡിൽ നിന്ന് നമുക്ക് ജിദ്ദയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നമുക്ക് ഇടത്തോട്ടേക്കാട്ടോ പോകാനുള്ളത്. വലത്ത് മദീന അടുത്ത്. ഗൈസ്, അങ്ങനെ നമ്മൾ മദീന റോഡിലേക്ക് കയറി കേട്ടോ. ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ മദീന ഹൈവേയിലേക്ക് കയറി. അപ്പോൾ മദീന ഹൈവേ ആണ്, പക്ഷെ നമ്മൾ ജിദ്ദൻ്റെ സൈഡിലേക്കാണ് പോകുന്നത്. മദീനയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റുള്ള റോഡാണ് മദീന റോഡ്. പക്ഷെ നമ്മൾ ജിദ്ദൻ്റെ സൈഡിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം 3 ലൈനുണ്ട് ഒരു സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ അതുപോലെ 3 ലൈനുണ്ട്. അപ്പോൾ വലിയ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം പറയുന്നത് 6:57 നമ്മൾ മക്ക മദീന ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മക്ക മദീന ഹൈവേ ആണ്, അഥവാ മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോകുമ്പോഴുള്ള ഹൈവേ ആണ്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് മദീനയിലേക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് മക്കത്തേക്കുമാണ്. അപ്പോൾ മക്കത്തേക്ക് പോകുന്ന റോഡ് നമുക്ക് റൈറ്റ് കയറിയിട്ടാണ് നമുക്ക് ജിദ്ദയിലേക്ക് പോകാനുള്ളത്.
ഗൈസ് അങ്ങനെ നമ്മൾ രാത്രി 12:15 ആയപ്പോൾ നമ്മൾ ജിദ്ദയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജിദ്ദ ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.